വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ ശിവൻ്റെ ആ സർജറിയൊക്കെ കഴിഞ്ഞ ശേഷം ഡോക്ടറോട് ഇവർ കയറി കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് മഹേന്ദ്രനൊക്കെ. അന്നേരം ഒരാൾക്ക് കാണാനുള്ള അനുവാദം ഞാൻ തരാം എന്നിങ്ങനെ ആരെങ്കിലും കണ്ടോളൂ എന്ന് പറയുകയാണ്. അന്നേരം നിർമ്മലയാണെങ്കിൽ അകത്തേക്ക് കയറാനായിട്ട് പോകുമ്പോൾ മഹേന്ദ്രൻ തടയുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, അവൾ കാണട്ടെ, ഡെയ്സി കാണട്ടെ, അവളാണ് അവനെ ആദ്യം കാണേണ്ടത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഡെയ്സിക്ക് ആകെ സന്തോഷമാവുന്നുണ്ട്. മഹേന്ദ്രൻ ഇങ്ങനെ കൈകൂപ്പി തൊഴുകയൊക്കെ ചെയ്യുന്നുണ്ട് കരഞ്ഞുകൊണ്ട്. അതിനുശേഷം ഡെയ്സി അങ്ങ് അകത്തേക്ക് കയറുകയാണ്. അന്നേരം നിർമ്മലയ്ക്ക് ചെറിയൊരു നീരസമല്ല, വിഷമമാണ് തോന്നുന്നത് മകനെ കാണാൻ പറ്റാത്തതിൽ. മഹേന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ അവൻ്റെ അമ്മയാണ്, അവനെ പ്രസവിച്ച സ്ത്രീ. അപ്പോൾ ഇന്നലെ വന്നു കയറിയ അവൾക്ക് എന്നേക്കാൾ അധികാരം ഉണ്ടോ മഹേട്ട എന്നിങ്ങനെ ചോദിക്കുകയാണ്. പക്ഷേ മഹേന്ദ്രൻ ഒന്നും മിണ്ടുന്നില്ല, ഇങ്ങനെ നിൽക്കുന്നേ ഉള്ളൂ. അതായത് ശിവൻ്റെ ഭാര്യ എന്ന സ്ഥിതിക്ക് എല്ലാം ഉപേക്ഷിച്ച് അവരുടെ വീട്ടുകാരെയൊക്കെ എതിർത്ത് ഇങ്ങനെ വന്ന് നിൽക്കുന്ന ആ കുട്ടിയെ ശിവനെ കാണാനായിട്ട് മഹേന്ദ്രൻ അനുവദിക്കുകയാണ് ചെയ്തത്. നിർമ്മലയ്ക്ക് പിന്നീട് എപ്പോൾ വേണമെങ്കിലും കാണാമല്ലോ എന്നുള്ള രീതിക്കൊക്കെയാണ് മഹേന്ദ്രൻ ഉദ്ദേശിച്ചത്. അതേസമയം അകത്തേക്ക് ഡെയ്സി ചെല്ലുമ്പോൾ ശിവനിങ്ങനെ മയക്കത്തിലെന്ന പോലെ തന്നെ കിടക്കുകയാണ്. പക്ഷേ ആ ഒരു ശിവൻ്റെ ആ കിടപ്പ് കണ്ടിട്ട് ഡെയ്സി ആകെ കരഞ്ഞ് ഇങ്ങനെ ബെഡിനടുത്ത് തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സീൻ അത്രയാണ് കാണിക്കുന്നത്. അതിന് ശേഷമാണെങ്കിൽ പിന്നെ റസാഖാണെങ്കിൽ ശാലിനിയെ ഫോൺ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ വിഷ്ണുവിൻ്റെ ഫോണിലേക്ക് വന്ന ഈ കോൾ ലിസ്റ്റുകളൊക്കെ അവർ പരിശോധിക്കുന്നുണ്ട്. എന്നിട്ടാണ് റസാഖ് വിളിക്കുന്നത്. വിഷ്ണുവിൻ്റെ ഫോണിലേക്ക് ഏറ്റവും കൂടുതൽ തവണ കോൾ വന്നിരിക്കുന്ന ഒരു സ്ത്രീയുടെ നമ്പറിൽ നിന്നാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഏതാ സ്ത്രീ എന്നിങ്ങനെ ശാലിനി ചോദിക്കുമ്പോൾ ഒരു രേഷ്മ എന്നിങ്ങനെ പിന്നെ റസാഖ് പറയുകയാണ്. അന്നേരം ശാലിനി ഇങ്ങനെ ആകെ ഒന്ന് ഷോക്കാവുന്നുണ്ട്, ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഇത്രയും സീനുകളാണ് കാണിക്കുന്നത്. അപ്പോൾ ഇനി ഇവരുടെ അന്വേഷണം രേഷ്മയിലേക്ക് തിരികെയാണ് ചെയ്യുന്നത്. അപ്പോൾ രേഷ്മയെ ട്രാക്ക് ചെയ്യാൻ നോക്കുമ്പോൾ രേഷ്മയും മിക്കവാറും ഇവിടെ സ്ഥലത്ത് കാണില്ല. വിഷ്ണു മിസ്സായ അന്ന് മുതൽ രേഷ്മയും കാണാതിരിക്കാനാണ് സാധ്യത. വിഷ്ണു രേഷ്മയും കൂട്ടി ഇരിക്കണം അവിടെ മധുരയിലെ ആ ഹോസ്പിറ്റലിലേക്ക് ചികിത്സയ്ക്ക് പോയത്. അപ്പോൾ ഇനി രേഷ്മയുടെ നമ്പർ ട്രേസ് ചെയ്ത് വിഷ്ണുവിനെ അവിടെ ഹോസ്പിറ്റലിലുണ്ടെന്ന് കണ്ടെത്തുമോ, അത് എന്താകും എന്നുള്ളതാണ്. മിക്കവാറും അങ്ങനെയായിരിക്കും വിഷ്ണുവിനെ കണ്ടെത്തുന്നത്. അപ്പോൾ രേഷ്മ ഇനി ശാലിനിയോട് കാര്യങ്ങളൊക്കെ തുറന്ന് പറയുമോ, അതിനി എങ്ങനെയാവും എന്നുള്ളതാണ്. വിഷ്ണുവിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും സംസാരിക്കുമായിരിക്കും. പക്ഷേ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. എപ്പിസോഡ് വരട്ടെ. ഓക്കെ, താങ്ക്